അതെ, തക്ക സമയത്ത് സന്ദീപ് വന്നതാ മോക്ക് രക്ഷയായത്. ഇല്ലെങ്കിൽ ആ ശ്രീകലയും പരദൂഷണക്കാരി ശകുന്തളയും കൂടി എന്റെ മോളെ കൊല്ല ചെയ്യുമായിരുന്നു. ഒന്നും സന്ദീപിനെ അറിയിക്കണ്ടായിരുന്നു. കാര്യം ഞാൻ സുകുമാരിയമ്മയ്ക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തതാണെങ്കിലും മോളെക്കുറിച്ച് ആ സ്ത്രീ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പറയുന്നത് കേട്ടപ്പോ എന്റെ പിടി വിട്ടുപോയി മോളെ. അതാ ഞാൻ എല്ലാം സന്ദീപ് അറിയട്ടെ എന്ന് വിചാരിച്ചത്. രാവിലെ മോളുടെ കാര്യം ഓർത്ത് ഞാൻ വിഷമിച്ച് നിന്നപ്പോ അവര് കാര്യം അന്വേഷിച്ചപ്പോ ഗഗൻ ഇവിടെ വന്നതും മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഒക്കെ എനിക്ക് പറയേണ്ടി വന്നു. ഒക്കെ അറിഞ്ഞപ്പോ സുകുമാരിയമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ഒരു കണക്കിന് എല്ലാ കാര്യങ്ങളും സന്ദീപ് മോൻ അറിഞ്ഞിരിക്കുന്നത് തന്നെ മോളെ നല്ലത്. സന്ദീപിന് എല്ലാം മനസ്സിലായി എന്നൊരു പേടി ശ്രീകലയ്ക്ക് തോന്നുമല്ലോ. അതുകൊണ്ട് ഇനി മോളെ വലുതായി ദ്രോഹിക്കാനും അപമാനിക്കാനൊന്നും അവര് ശ്രമിക്കില്ല. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. മനസ്സോടെ അല്ലെങ്കിലും മോളെ മാനേജരാക്കാന്ന് അവര് സമ്മതിച്ചല്ലോ. മോളെ കഷ്ടപ്പെടുത്തിയവരുടെയും ദ്രോഹിച്ചവരുടെയും മുന്നിൽ ഒരു സ്ഥാനത്തെത്താൻ മോൾക്ക് സാധിച്ചല്ലോ. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് മോളെ. അതെ, അറിവിന്റെയും കലയുടെയും ദേവിയായ മൂകാംബിക അമ്മയുടെ കടാക്ഷം നിന്നിലുള്ളിടത്തോളം സുകുമാരി അമ്മയുടെ സ്വപ്നം പോലെ ആ സ്കൂള് നല്ല രീതിയിലാക്കിയെടുക്കാൻ മോൾക്ക് കഴിയും. അതിനുള്ള ശക്തിയും ബുദ്ധിയും മോൾക്ക് ദേവി തന്നിട്ടുണ്ട്. എന്റെ മോള് മിടുക്കിയ. നിന്നോട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണെന്നോ? അത് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? എനിക്ക് നീ എന്റെ സ്വന്തം മോളെ പോലെയാ. ശ്രീകലാമ്മ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? സ്കൂളിൽ ഒരിക്കലും അവളെ കേട്ടത്തില്ലെന്ന് വീറോടെ വാദിച്ചിട്ട് ഒടുവിൽ ശ്രീകലാമ്മയുടെ നാവ് കൊണ്ട് തന്നെ അവളെ മാനേജറായിട്ട് വാഴിച്ച കാര്യം സന്ദീപിനോട് പറഞ്ഞല്ലോ. അല്ല, എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ആ സമയത്ത് സന്ദീപിന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു വർഷ. അതൊക്കെ ലെയിം എക്സ്ക്യൂസ് അല്ലേ? രാവിലെ മുതൽ ദേവൂട്ടി ആവശ്യമില്ലാതെ ചൊറിയാൻ പോകുമ്പോഴേ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. അവളെ ഏത് വിധേനയും പുറത്താക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. അത് നിന്റെ ഡാഡിയും കൂടെ പറഞ്ഞിട്ടാ. ദേവൂട്ടി സ്കൂളിൽ പോകാതിരിക്കാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തി അവളെ ഇവിടെ ഹോൾഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പോട്ടെ, എന്തായാലും അവളെ മാനേജരായിട്ട് നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്താൽ മതി ശ്രീകലെ, നാളെ അവൾ സ്കൂളിൽ പോകുമ്പോൾ അവളുടെ കൂടെ താനും ഉണ്ടാവണം. ഇൻഡിപെൻഡന്റ് ആയി ഒരു ഡിസിഷനും അവളെ കൊണ്ട് എടുപ്പിക്കാതിരിക്കാൻ നോക്കണം. അതൊരു നല്ല ഐഡിയ. മാനേജർ പോസ്റ്റിലാണ് സുകുമാരി അമ്മ അവളെ വാഴിക്കുന്നെങ്കിലും ഫലത്തിൽ അവിടുത്തെ അരിവെപ്പുകാരിയായിട്ട് അവള് മാറണം.
ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് നമ്മൾ സഹിച്ചാൽ മതി. അത് കഴിഞ്ഞ് അവളെ ഈ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞുവിടും. അതിനാവും മൂകാംബികയിൽ നിന്ന് ഡാഡി ആളെ ഇറക്കിയിരിക്കുന്നതല്ലേ? അവളെ ഇവിടുന്ന് തുരത്താൻ അവര് പോരാ. അതിലും വലിയൊരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ നമ്മൾ ഇതൊക്കെ ഒന്ന് സഹിക്കേണ്ടി വരും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നിങ്ങളാണ് ആ ഗഗനെയും കൂട്ടാളിയും വിളിച്ചു വരുത്തിയതല്ലേ? അവരെ വിളിച്ചു വരുത്തിയത് ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ അമ്മ എന്നോട് പോരിന് വന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പേരുദോഷം കേൾക്കേണ്ടി വരുന്നത് എനിക്കാണല്ലോ. ഡാഡി, അതെ, ദേവൂട്ടിയുടെ കാര്യത്തിൽ ആരാ ഇനി വരാൻ പോകുന്നത്? അതൊക്കെ ഉണ്ട് മോളെ, നീ കാത്തിരുന്ന് കണ്ടോ. എടാ മോനെ, നിനക്ക് എത്ര സിപ്പപ്പ് വേണം? ഈ അങ്കിള് മേടിച്ചു തരും. അതെന്താ അങ്കിളിന് എന്നോട് അത്ര ഇഷ്ടാണോ? പിന്നല്ലേ, നീ നമ്മുടെ ചങ്കല്ലേ. എടാ മോനെ, നീ നേരത്തെ കണ്ട കാര്യമൊന്നും സ്കൂളിൽ പോയി ടീച്ചർമാരോടോ വേറെ ആരോടോ ഒന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. അതിന് ഞാനൊന്നും കണ്ടില്ലല്ലോ. നീയൊന്നും കണ്ടില്ല, അത് വെറുതെ. എനിക്കറിയാം നീ മിടുക്കനാണെന്ന്. നർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്. നീ വലിയ സിനിമ ഡയലോഗൊന്നും അടിക്കണ്ട. ഇങ്ങനെ ചില പരിപാടികളുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ കുടുംബം പുലർത്താൻ പറ്റൂ. നിനക്ക് സിബപ്പല്ലേ വേണ്ടത്? അത് വാങ്ങിച്ചു തന്നാ നിന്റെ പ്രശ്നങ്ങൾ തീരുമല്ലോ. ദേ ഇവിടെ നല്ല സിബപ്പ് കിട്ടുന്നൊരു കടയുണ്ട്. എനിക്ക് ഞാൻ പറയുന്ന കടയിൽ നിന്നുള്ള സിപ്പപ്പ് മതി. എന്നാ അങ്ങനെ എങ്കിൽ അങ്ങനെ. എന്നാ അങ്ങോട്ട് പോവാ. ആ വന്നല്ലോ കാന്താരി. ഇന്ന് ആരാണ് സ്പോൺസർ? ദേ കടം പറയാനാണെങ്കിൽ ഇല്ല കേട്ടോ. കടം ഒന്നും വേണ്ട ഏട്ടാ. ദേ എനിക്ക് ആവശ്യമുള്ള സിപ്പപ്പ് ഈ അങ്കിള് മേടിച്ചു തരും. ചേട്ടാ, ഇത് നമ്മുടെ പയ്യനാ. ഇവൻ ആവശ്യമുള്ള സിബപ്പ് എടുത്തു കൊടുക്കുക. എന്നാ വാങ്ങി കഴിച്ചോ. നോക്കി നിക്കാതെ വേഗം എടുക്ക്. ആ മാർട്ടിനെ, ഒരബദ്ധം പറ്റിയടാ. നമ്മുടെ ബിസിനസ് ഒരു ഞാറുവാലി ചെറുക്കൻ കണ്ടുപിടിച്ചു. ആ ഓറഞ്ച് മതി, ഓറഞ്ച്. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. അവൻ്റെ ഞാൻ സൂത്രത്തിലും കയ്യിലെടുത്തു. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ചെകുത്താനെ ഒന്ന് വിളിക്ക്. എന്തെന്ന് വെച്ചാലേ ഇവനെ വല്ല സൈഡാക്കി നമ്മൾ റൂട്ടിലെത്തിക്കുന്നുണ്ട്. ആ ചേട്ടാ, ഒന്നും കൂടി. ഏത് സമയത്താ ആ ചെറുക്കൻ പാരയാവുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടേ നമുക്ക് നമ്മുടെ ഡാനിയലിനെ മറച്ചു വയ്ക്കാം.